ഇദ്ദേഹത്തിന്റെ മരണം പൊതുവെ നമുക്കൊക്കെ അറിയാവുന്നത് എങ്ങനെയാണ് LTT ആണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലും അമേരിക്കൻ ചാര സംഘടനയുടെ കൈകളുണ്ടെന്ന ആരോപണം ശക്തമാണ്. എന്തായാലും അതേക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ഇന്ത്യ മെനക്കെട്ടിട്ടില്ല. LTTക്ക് നേരിട്ട് തന്നെ പങ്കുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിന് കാരണം നമുക്കറിയാം, സമാധാന സേനയെ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ചതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് CIA ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 70കളിലും 80കളിലും 90കളിലും ഒക്കെ അമേരിക്കയ്ക്ക് കടുത്ത താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു അണുവായുധ ശക്തിയായിട്ട് മാറിയത് കൊണ്ട് തന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ലോകത്തെ ഏറ്റവും അധികം ശ്രമിച്ച രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ നിരന്തരം ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ചാരസംഘടനയായ CIA തീർച്ചയായിട്ടും ഇന്ത്യയിൽ അന്ന് വേരുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിലും LTTക്കിടയിലും ഒക്കെ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. ലോകത്തെ ഒട്ടുമിക്ക സംഘടനകളുമായിട്ട്, തീവ്രവാദ സംഘടനകളുമായിട്ട് ഒക്കെ CIAക്ക് ബന്ധമുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഒരു തവണ കൂടി രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ലോകത്തെ പല രാജ്യങ്ങൾക്കും അറിയാം. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ തവണ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഒരു തുടക്കക്കാരനായിരുന്നുവെങ്കിൽ പിന്നീടുള്ള രാജീവ് ഗാന്ധി അനുഭവ സമ്പത്തുള്ള, കൃത്യമായി ദീർഘവീക്ഷണങ്ങളുള്ള വ്യക്തിയായിരുന്നു. അതായത് ഇന്ത്യക്കുള്ളിലെ പല ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കാൻ രാജീവ് ഗാന്ധിക്ക് സാധിച്ചിരുന്നു എന്ന് നമ്മളിവിടെ ഓർക്കണം. പല കലാപങ്ങളും നിയന്ത്രിക്കാൻ, അവിടെയൊക്കെ തന്നെ രമ്യതയിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സ്വസിദ്ധമായ ശൈലിയിൽ കഴിവുള്ള ആളായിരുന്നു രാജീവ് ഗാന്ധി. സൗമ്യമായിട്ട് ആളുകളുമായിട്ട് ചർച്ച നടത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളെ തനിക്കൊപ്പം നിർത്താനും ഒരു പ്രത്യേക കഴിവ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഒരു തവണ കൂടി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മറ്റൊന്നായി തീരുമെന്നതും വസ്തുതയാണ്. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ LTT മാത്രമല്ല, മറിച്ച് CIAക്കും പങ്കുണ്ട് എന്ന സംശയങ്ങൾ വരുന്നത്.